ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് എറണാകുളം പോവാണ്. ഐഡിയയുടെ ഒരു സ്പോർട്സ് മീറ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊക്കെയും കൂടെ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അതുകൊണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് എല്ലാം തീർന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാം. ചിക്കനും ചപ്പാത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓറഞ്ചൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എറണാകുളം എത്തി. സ്റ്റേഷനിലോട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ മുഖമൊക്കെ കഴുകി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങി. ഞങ്ങൾ ഈ പോകുന്നത് സ്കൂട്ടി റെൻ്റ് എടുക്കാനാണ്. പക്ഷേ സംഭവം കിട്ടിയില്ല. ഈ കുട്ടി ഇങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. I'm on his back. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദിശ മാറ്റും. ഞാൻ പുറകെ പോകും. അങ്ങനെ അവസാനം ഞങ്ങൾ റൂമിലെത്തി. 1-2 ഹോട്ടലിൽ കയറിയപ്പം അവിടെ ഒന്നും റൂമില്ലായിരുന്നു. അവസാനം ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടി. റൂം കാണിച്ചു തരാം. പുറമേ വലിയ ലുക്കില്ലായിരുന്നെങ്കിലും അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇറ്റ്സ് നൈസ്. ഹിയർ കംസ് മൈ ഹസ്ബൻഡ്. ചെറിയൊരു കബോർഡൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാത്റൂമാണ് എനിക്കിഷ്ടപ്പെട്ടത്. വാഷ്റൂമിൽ തന്നെ ഒരു പാർട്ടീഷൻ ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് നൈസ്. ഇപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. അങ്ങനെ രാവിലെ എണീറ്റ് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളായിരുന്നു. ഐഡിയയുടെ സെലിബ്രിറ്റി 2025 മഹാരാജാസ് കോളേജിൽ വെച്ചിട്ടായിരുന്നു സംഭവം നടന്നിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ രാവിലെ 6:30 തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. എല്ലാം ഓൺ ടൈം ആയിരുന്നു. വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു. 6:30 തന്നെ രജിസ്ട്രേഷനും എല്ലാം നടന്നു. ഈ യെല്ലോ ജേഴ്സി ഇട്ടിരിക്കുന്നവരാണ് ID കൊച്ചി. അവരാണ് നമ്മൾ ID സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡിന് 3000 മീറ്റർ ഓട്ടമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ സ്റ്റേഡിയം. ഇറ്റ് വാസ് സോ നൈസ്. 800 മീറ്ററൊന്നും അല്ല കണ്ടിട്ട് തോന്നിയത്, അതിലും ഉള്ളതുപോലെ എനിക്ക് തോന്നി. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നട്ടുചപോലത്തെ വെയിലായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ കരിഞ്ഞു പോയി. അപ്പം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം അടിപൊളിയായിരുന്നു. നമ്മൾ ഒട്ടുമിക്ക പ്രോഗ്രാംസും അവിടെയൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു നടന്നത്. പക്ഷേ നമ്മളെ ത്രോ ഐറ്റംസ് ആയ ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ നമുക്ക് സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് സ്റ്റേഡിയത്തിലേക്കായിരുന്നു, അവിടെ ഗ്രൗണ്ടിലേക്കായിരുന്നു പോയത്. അപ്പം ഇക്കാടെ ഫസ്റ്റ് ഐറ്റം വിളിച്ചു. അപ്പം അങ്ങോട്ട് പോവായിരുന്നു. നമ്മൾ ഈ ഒരു അറ്റത്തിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു അവരുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. റിപ്പോർട്ട് ചെയ്യേണ്ടുള്ള അവിടെ ആയിരുന്നു. അപ്പം അവരവിടെ നിന്ന് വാമപ്പൊക്കെ ചെയ്യുകയാണ് ആ മുള്ളിൻ്റെ ബോർഡിൻ്റെ ആ ഒരു ഭാഗത്ത്. കുറേ പേര് ഓടി നോക്കുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ ഓടാൻ വേണ്ടി സ്പൈക്കൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. സ്പൈക്ക് ഒരിച്ചിരി സൈസ് ഒക്കെ ഇച്ചിരി ടൈറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ സീനൊക്കെ ഉണ്ടായിരുന്നു ഓടാൻ നേരത്ത്. അപ്പോൾ 7.5 റൗണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഓടി വരുന്നുണ്ട്. ഇങ്ങനെ ഓടി വരിക. ഇവരിപ്പം ഒരു സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ കുഴഞ്ഞ് വരുന്നുണ്ട്. ഇതിൻ്റെ 7.5 റൗണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നോൺ സ്റ്റോപ്പ് എന്നെ കൊണ്ട് ഒട്ടും നടക്കത്തില്ല. ഒട്ടും ഞാൻ റണ്ണിങ് റേസിനൊന്നും ട്രാക്ക് ഐറ്റംസിനൊന്നും പേര് കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. ഒക്കെ ഫുൾ ട്രാക്ക് ഐറ്റംസ് ആയിരുന്നു. അങ്ങനെ ഒരു 5 റൗണ്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് വീണു. പിന്നെ വന്നിരുന്നു. മനസ്സിലായി പിന്നെ ഓടിയിട്ട് കാര്യമില്ല, ഫ്രണ്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരായി. അപ്പോഴത്തേക്കും സമയം 7:45, 8 o'clock ആയി. അപ്പോഴത്തേക്കും ഞങ്ങൾ ഐഡിയ കൊല്ലം എല്ലാവരും വന്നു. 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ മെട്രോപോളിറ്റൻ ഞങ്ങളുടെ ലോഡ്ജിലേക്ക് പോയിട്ട് റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഷോർട്ട് പുട്ട് ഐറ്റം സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഐറ്റം ഷോർട്ട് പുട്ടായിരുന്നു. അപ്പം ഫസ്റ്റ് മെയിൽ എബവ് 45, ബിലോ 45 ഒക്കെ ആയിരുന്നു നടക്കുന്നുണ്ട്. അരവിന്ദ്, ഈ ഡോക്ടറായിരുന്നു അരവിന്ദ് ഡോക്ടർ തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോർട്ട് പുട്ടിനും ഡിസ്കസ് ത്രോയ്ക്കും ഫസ്റ്റ് വാങ്ങിച്ചത്. 11 എന്തോ പോയായിരുന്നു മെയിലിൻ്റെ. പിന്നെ ഞാനപ്പോഴത്തേക്ക് അപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ 3 kg ആയിരുന്നു ഫീമെയിലിൻ്റെ. അത് വെച്ചിട്ട് കുറേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാക്ടീസ് ചെയ്തതിൻ്റെ കൈയൊക്കെ കുറേ നല്ല തളർന്നു. 5 kg വെച്ചിട്ട് ഞാൻ കുറേ നോക്കി. അങ്ങനെ ഞങ്ങളിങ്ങനെ ബാക്കിൽ ഒരു ഇച്ചിരി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഐറ്റം സ്റ്റാർട്ട് ചെയ്തു. 3 റൗണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്.
അതിൽ ബെസ്റ്റ് ഓഫ് 3 ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ഫൈനലായിട്ട് അറിഞ്ഞതാണ് ആ ചാടി എറിഞ്ഞത്. അത് അങ്ങനെ 7 ഒക്കെയാണ് എൻ്റേത് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഫസ്റ്റ് കിട്ടിയ ആൾ 9 പോയായിരുന്നു. ഇത് ആക്ച്വലി ഫസ്റ്റ് എറിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എനിക്കിങ്ങനെ പൊസിഷനൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഫുൾ ബാക്ക് സപ്പോർട്ടൊക്കെ ആയിരുന്നു. ബാക്കിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒക്കെ. കാരണം ഞാൻ സ്കൂളിൽ വെച്ചിട്ട് പിടിച്ചത്. അത് കഴിഞ്ഞ് ഷോട്ട് പുട്ടൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നമ്മളൊരു 7 പോയി. അത് കഴിഞ്ഞ് നമ്മളെല്ലാ ബ്രാഞ്ചുകാരും ഒരുമിച്ച് നിന്നിട്ട് ഇനോഗ്രേഷൻ നടക്കുമായിരുന്നു. അതിന് മുമ്പൊരു മാർച്ച് പാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഐഡിയക്കെല്ലാം 4 പേരുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ത്രൂ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ആം റെസ്ലിംഗ് സ്റ്റാർട്ടായി. എനിക്കതിൽ 3rd കിട്ടി. അപ്പം ഞാൻ തോൽപ്പിക്കുന്നൊരു വീഡിയോ ആണിത്. എന്നെ തോൽപ്പിക്കുന്ന വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡും അതിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്നവരാണ് റോസ്മേരിയും അശ്വതിയും. ഐ തിങ്ക് ഫസ്റ്റ് അശ്വതി, സെക്കൻഡ് റോസ്മേരി. അവർ ഐഡിയ കോട്ടയവും പിന്നെ കൊച്ചിയായിരുന്നു, സ്മാർട്ട് സിറ്റിയും ആയിരുന്നു ഫസ്റ്റും സെക്കൻഡും ഒക്കെ. അവസാനം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരർത്ഥം ഉണ്ടായത് പോയതിന്. അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഷോട്ട് പുട്ടൊക്കെ 30-40 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് മാത്രം വെയിറ്റ് കാറ്റഗറി ആയതുകൊണ്ട് ഞങ്ങൾ 10-നുള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. 80 kg എബോവ് ആയിരുന്നു. അപ്പം ഞങ്ങളത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ വേഗം ട്രെയിൻ പിടിച്ച് കൊല്ലത്തെത്താൻ നോക്കിയാണ്. ഐഡിയയുടെ തന്നെ ഞങ്ങൾക്കൊരു വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒരു ഫെലിസിറ്റേഷൻ പരിപാടിയുണ്ട്. അപ്പോൾ അതിനെത്തണം. 6 മണിക്കാണ് പരിപാടി. അങ്ങനെ ഞങ്ങളൊരു ട്രെയിൻ കയറി. ഇക്ക മേളിൽ കിടക്കുകയാണ്. ഇക്കയുടെ കാലാണ് കണ്ടത്. മസിലൊക്കെ പിടിച്ച് ഭയങ്കര ടയേർഡായിട്ട് കിടക്കുക. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശന്നൊക്കെ തുടങ്ങി. ഇങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് റിഫ്രഷ്മെൻറ്റിന് കിട്ടിയ സംഭാരമൊക്കെ എടുത്ത് കുടിച്ചു. ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് പാഞ്ഞു പോവുകയാണ്. അങ്ങനെ രൂപവും ഭാവമൊക്കെ മാറി നമ്മൾ ഒരുങ്ങി ഐഡിയ ഹൗസിലെത്തിയിട്ടുണ്ട്. ഐഡിയ ഹൗസിൽ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മൾ ചിലമ്പൊലിയുടെ പരിപാടിയുടെ ഇതും എല്ലാം അവാർഡ് ഗിവിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് 2025 കിട്ടിയ സർട്ടിഫിക്കറ്റും ഇതൊക്കെ. നമ്മുടെ IDA സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രസിഡൻറ്റും, പിന്നെ കൊയിലോണിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും CDH കൺവീനറും ഒക്കെയാണ് ഈ നിൽക്കുന്നത്. ദിസ് ഇസ് ദ 100th CDH പ്രോഗ്രാം. പിന്നെ നമ്മുടെ റെക്കോർഡിൻ്റെ കിട്ടിയതിൻ്റെ അവാർഡും സർട്ടിഫിക്കറ്റ്സും പിന്നെ ചിലമ്പൊലിയുടെ അവാർഡ്സും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. യെസ്, നമുക്ക് അവാർഡ് കിട്ടിയത് എന്തിനാന്ന് വെച്ചാൽ മാക്സിമം കുട്ടികൾക്ക് ഡെൻ്റൽ അവെയർനെസ് ക്ലാസ് കൊടുത്തു ഒരു ദിവസം കൊണ്ട്. അതായിരുന്നു നമ്മളുടെ ടോപ്പിക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു ലാബുകാർ ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. 15% ഡിസ്കൗണ്ടും ഡെൻ്റൽ മെറ്റീരിയൽസും, അതെല്ലാം ഡെൻ്റൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിലമ്പൊലിയുടെയൊക്കെ അവാർഡ് ഗിവിങ്ങും പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസിൻ്റെയൊക്കെ അവാർഡ് ഗിവിങ്ങും നമ്മുടെ ഇന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ റെക്കോർഡിൻ്റെ വേൾഡ് റെക്കോർഡിന് പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ്സും ഇതൊക്കെ കൊടുക്കുകയാണ്, ഫ്രെയിമൊക്കെ കൊടുക്കുകയാണ്. അപ്പം അതിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് തന്നെ നമ്മുടെ സ്പോർട്സിൻ്റെ റെസ്ലിങ്ങിന് കിട്ടിയതിൻ്റെ ഒരു കയ്യടിയൊക്കെയാണ് ഈ കാണുന്നത്. പ്രേം ഡോക്ടർ അതെടുത്ത് പറയുമായിരുന്നു. ആക്ച്വലി എൻ്റെ ടീമിൽ ഡോക്ടർ സിദിനെയും പിന്നെ നമ്മുടെ നാസിനെയും ഉണ്ടായിരുന്നു. അവരൊന്നും എത്താൻ പറ്റിയില്ല. സിദിന ഹൈദരാബാദിലായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലമ്പൊലിയുടെ അവാർഡ്സൊക്കെ കൊടുക്കുമായിരുന്നു. നമുക്ക് വെൽക്കം ഡാൻസ് ആയിട്ട് കളിച്ച അലി ഡോക്ടറിനും മറ്റേ ഡോക്ടറിനും ഒരു ചെലങ്ക കൊടുത്ത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. നമ്മളെ സീനിയർ ഡോക്ടേഴ്സും ക്രിക്കറ്റിന് കിട്ടിയിരുന്നു. അവർക്ക് 3rd place ആയിരുന്നു. പിന്നെ ചിലമ്പൊലിയുടെ തന്നെ അവാർഡ് ഗിവിങ്ങും ഒക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ, ബൈ.